Hello, good morning. Good morning all. Yes, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ആദ്യത്തെ സെഷൻ ആണ് കേട്ടോ ഇത്. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. യെസ്, പാർട്ട് 4 ആണ്. ഓൾറെഡി ഒരു 3 പാർട്സ് കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മൾ എല്ലാ പാസേജ് എടുത്തപ്പോഴും അതെല്ലാം കുറച്ച് ഡിഫിക്കൽട്ട് ലെവൽ ഒക്കെ ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ലെവൽ പാസേജ് ഒക്കെ ആയിരുന്നു നമ്മൾ ഇത്രയും ദിവസം നോക്കിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് ബേസിക് ലെവലുള്ള 2 പാസേജസും അതിനുശേഷം അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയമുണ്ടെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലുള്ള പാസേജും കൂടെ നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ പേര് റീബ. ഞാൻ ഒരു ഇംഗ്ലീഷ് ട്രെയിനർ ആയിട്ട് കഴിഞ്ഞ 4 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ലിറ്ററേച്ചർ ഗ്രാജുവേറ്റ് ആണ്. കറന്റ് ഞാനിപ്പോൾ MBG ആണ്. അത്രയ്ക്കുള്ള എന്നെ പറ്റി. ആൻഡ് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് എന്താണ് പ്ലസ് സബ്സ്ക്രിപ്ഷൻ, എന്താണ് ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതിനെ പറ്റി ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു തരാം. പ്ലസ് സബ്സ്ക്രിപ്ഷനിൽ എല്ലാ ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളായിരിക്കും. നമുക്ക് എല്ലാ ആഴ്ചയും വീക്ക്ലി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ടെസ്റ്റും കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യുന്നത് ടോപ്പ് എക്സാം എക്സ്പേർട്സ് ആയിരിക്കും. ആൻഡ് ഇവർ അനലൈസ് ചെയ്തതിനു ശേഷം നമുക്ക് ആവശ്യമുള്ള ഗൈഡൻസ് തരും. അതുപോലെ തന്നെ അൺലിമിറ്റഡ് ആക്സസ് ആയിരിക്കും. നമുക്ക് ലിമിറ്റേഷൻസ് ഒന്നും കാണില്ല. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. സ്പെഷ്യലൈസ്ഡ് നോട്ട്സും പ്രാക്ടീസ് സെറ്റ്സും PDFസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ ഗൈഡ് ലൈൻസും നമുക്ക് കിട്ടും. അതിന്റെ പ്ലാൻസ് കണ്ടോ, 1 മാസം മുതൽ 2 മാസം വരെയുള്ള 2 വർഷക്കാലം വരെയുള്ള പ്ലാൻസ് നമുക്ക് അവൈലബിൾ ആണ്. 1 മാസം മുതൽ 2 വർഷക്കാലം വരെയുള്ള പ്ലാൻസ് ആണ് ഇപ്പൊ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആൻഡ് അതിന്റെ റേറ്റ് കണ്ടല്ലോ. ഇപ്പൊ ഈ കാണുന്നതൊക്കെ ഇതിന്റെ ആക്ച്വൽ റേറ്റ് ആണ്. ആൻഡ് ഇതിൽ കൂടാണ്ട് നിങ്ങൾക്ക് എന്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ദിസ് ഇസ് മൈ കൂപ്പൺ കോഡ് REEBA10. സോ ഈ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ you will get 10% discount. Okay, and iconic subscription പ്ലാൻസും കണ്ടോ. ഇവിടെയും 6 മാസത്തെ പ്ലാൻ ഉണ്ട്. 12 months 24 months ഉണ്ട്. ഈ റേറ്റ് ആണ് ആക്ച്വൽ റേറ്റ്. ഇവിടെയും നിങ്ങൾക്ക് എൻ്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാം. കണ്ടോ, ഹാവ് എ റെഫറൽ കോഡ് എന്ന് പറഞ്ഞു കണ്ടോ. അവിടെ നമുക്ക് REEBA10 എന്ന എൻ്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10% ഡിസ്കൗണ്ട് കിട്ടും. ഐക്കോണിക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഐക്കോണിക് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ നമുക്ക് പ്രയോറിറ്റി കിട്ടും. എന്തൊക്കെ കാര്യങ്ങളിലാണ് പ്രയോറിറ്റി കിട്ടുക? പ്രയോറിറ്റി ഇൻ ഡൗട്ട് സോൾവിങ്. ഡൗട്ട് സോൾവിങ്ങിൽ പ്രയോറിറ്റി കിട്ടും. ലൈവ് ക്ലാസ്സിലും പ്രയോറിറ്റി കിട്ടും. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് 3 പാസേജസ് ആണ് സോൾവ് ചെയ്യാനുള്ളത്. 2 എണ്ണം വളരെ ബേസിക് ആയിട്ടുള്ള പാസേജ്, 2 പാസേജസ് വളരെ ബേസിക് പാസേജസ് ആണ്. അതിനുശേഷം അടുത്ത പാസേജ്, അതായത് 3ാമത്തെ പാസേജ് ആണ് കുറച്ചൊന്ന് യെസ് അത്ര ഡിഫിക്കൽട്ട് എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് ചെയ്തു വരുമ്പോൾ മനസ്സിലാവും. അപ്പം യെസ്, നമ്മൾ ഇത്രയും ദിവസം ചെയ്തുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാല് ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കും, അതിനുശേഷം ആൻസർ, അതിനുശേഷം നമ്മൾ പാസേജ് വായിക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് പറഞ്ഞാല് നമുക്ക് സമയം ലാഭിക്കാൻ പറ്റും. അതായത് നമ്മൾ ഒരു എക്സാമിന് ഇരിക്കുകയാണ്. ഒരു എക്സാമിന് നമുക്കറിയാം ഈ റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് ഒരുപാട് സമയം ഒന്നും കിട്ടില്ല അല്ലേ. അപ്പൊ നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടിരുന്ന് വായിച്ച് എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ ടെസ്റ്റിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് സമയം കിട്ടില്ല. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു ടിപ്പാണ്, അതായത് നമ്മൾ അധികം സമയമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് സമയം ലാഭിക്കാനായിട്ടുള്ള ഒരു ടിപ്പാണ് ആദ്യം ക്വസ്റ്റ്യൻസ് അങ്ങ് വായിക്കാം. ഓക്കെ, ആദ്യം എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടോ അത്രയും ക്വസ്റ്റ്യൻസ് അങ്ങ് വായിക്കാം. ഒരു 4 to 10 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. റീഡിംഗ് കോംപ്രിഹെൻഷനും ക്ലോസ് ടെസ്റ്റും പാരാജിമ്പിൾസും എല്ലാം കൂടി അത്രയും ക്വസ്റ്റ്യൻസ്, മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻസ് അങ്ങ് വായിക്കാം. ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം നിങ്ങൾ പാസേജ് വായിക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് ചോദിച്ചത്, അപ്പൊ നമ്മൾ ആ പാസേജ് വായിക്കുമ്പോൾ ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ തപ്പിക്കൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് കുറച്ച് സമയം ലാഭിക്കാൻ പറ്റും. നേരെ മറിച്ച് ആദ്യം നമ്മൾ പാസേജ് വായിച്ചിട്ട് പിന്നീടാണ് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുന്നതെങ്കിൽ നമുക്ക് നമുക്ക് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസറിലേക്ക് പോകാൻ പിന്നെയും നമ്മൾ ഒരു 1 or 2 തവണയും കൂടെ റിപ്പീറ്റ് ചെയ്ത് പാസേജ് വായിക്കേണ്ടി വരും. ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചില്ലെങ്കിലും ഒന്ന് വായിക്കേണ്ടി വരും അല്ലേ. സോ അതുകൊണ്ട് നമുക്ക് ഒരുപാട് സമയം പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് ടൈം ഒന്ന് ലാഭിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഇതിന് ഇൻവെസ്റ്റ് ചെയ്യാനില്ല. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി സമയം സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കില്ല അല്ലേ. യെസ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം നമുക്ക് ഇപ്പോഴൊക്കെ വേണേ ചെയ്യണമെങ്കിൽ ആദ്യമേ നമുക്ക് ഇപ്പൊ പ്രാക്ടീസ് ടൈം ആണ് അല്ലെ, ഇവിടെ പ്രാക്ടീസ് സെഷൻസ് ആണ്. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഈ പ്രാക്ടീസ് സെഷന്റെ സമയത്ത് നമുക്ക് വേണമെങ്കിൽ
ആദ്യം ആദ്യം പാസേജ് വായിച്ചിട്ട് പിന്നെ വേണേൽ ക്വസ്റ്റ്യൻ വായിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അതുമായിട്ടൊന്ന് യൂസ്ഡ് ആയി പോകും, നമുക്കതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. പക്ഷെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമ്മുടെ എക്സാമിന് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടി ബെനിഫിറ്റ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് പാസേജ് വായിക്കാം. ഇനി കുറച്ച് ചിലരുണ്ട്, അവർക്ക് ആദ്യം പാസേജ് വായിക്കണം, സ്പീഡിനൊന്നും വലിയ കുഴപ്പമില്ല, ടൈം ഒക്കെ ഓക്കെ ആണ് എങ്കിൽ ഒരു പാസേജ് വായിച്ചിട്ട് തുടങ്ങിയെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യാം. അപ്പൊ അതുപോലെ ആദ്യം നമ്മൾ പാസേജ് തന്നെ വായിച്ചിട്ട് ക്വസ്റ്റൻസ് വായിക്കണമെന്നുണ്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ അവർക്ക് വേറൊരു സെഷൻ ഞാൻ അങ്ങനെ വെക്കാം കേട്ടോ. ഓക്കെ, സോ നമുക്കിപ്പോൾ അങ്ങനെ ചെയ്യാം. യെസ്, സോ നമുക്ക് ആദ്യം പാസേജ് വായിക്കേണ്ട, ക്വസ്റ്റൻസ് വായിക്കാം. ആദ്യത്തെ പാസേജ് വളരെ ഷോർട്ടായിട്ടും ഈസി ആയിട്ടുള്ള ഒരു പാസേജുമാണ്. അതിന്റെ ക്വസ്റ്റൻസ് നോക്കാം. ദ ഫസ്റ്റ് ക്വസ്റ്റൻ, ദ അണ്ടർലൈൻഡ് വേർഡ് പിത്ത് ആസ് യൂസ്ഡ് ഇൻ ദ പാസേജ് മോസ്റ്റ് നിയർലി മീൻസ്. ഇതിൻ്റെ അകത്ത് പിത്ത് എന്ന് പറഞ്ഞ അണ്ടർലൈൻ, ഒരു പിത്ത് എന്ന് പറഞ്ഞ വേർഡ് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ ഒരു മീനിങ്, ഈ പാസേജിലെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് വൺ, ദ കോക്കനട്ട് ഏൺഡ് ദ നിക് നെയിം ഗോസ്റ്റ് ബിക്കോസ്. യെസ്, കോക്കനട്ട്, ഈ കോക്കനട്ട് എന്ന് പറയുന്നത് നമ്മുടെ തേങ്ങ. ഓക്കെ, ഗോസ്റ്റ് എന്ന നിക് നെയിം വരാൻ കാരണം എന്താണ്? തേർഡ് വൺ, what is the main focus of the passage? അങ്ങനത്തെ ക്വസ്റ്റൻസ് ചോദിക്കുന്നതാണ്. What is the main idea suggested in the passage? What is the primary purpose of the passage? ഇതുപോലെ മെയിൻ ഫോക്കസ് അല്ലെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫിന്റെ ലാസ്റ്റ് പാരഗ്രാഫിന്റെ മെയിൻ ഐഡിയ എന്താണ്, സമ്മറി എന്താണ് തുടങ്ങിയ ക്വസ്റ്റൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നതാണ് കേട്ടോ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, the passage implies that dash which of the following is not a use for the coconut palm. Okay, sixth one, the underlined words staples as used in the passage most nearly means dash. The coconut palm is sometimes called the tree of life because dash. So 7 questions ആണ് ആദ്യത്തെ പാസേജിലുള്ളത്, ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ പാസേജ് ഒന്ന് വായിക്കാം അല്ലേ? യെസ്, അപ്പം അധികം സമയമൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. യെസ്, സോ യുവർ ടൈം സ്റ്റാർട്ട്സ് now. കെയർഫുൾ ആയിട്ട് ഒരു വേർഡ് പോലും സ്കിപ്പ് ചെയ്യാണ്ട് വായിക്കാം കേട്ടോ. യെസ്, യെസ്, വായിച്ചോ. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ കൂടെ ഒന്ന് വായിക്കാം. ഓക്കെ, യെസ്. The coconut is an unusual food for many reasons. It is technically a seed produced by the coconut palm tree, and as such is one of the largest edible seeds produced by any plant. Its unusual contents also make it unique in the seed world. The interior consists of both meat and water. The meat is the white pith with which we are all familiar, as it is used extensively for cooking and flavorings. The coconut water is a white liquid that is very sweet and thirst quenching. Easy passage ആണല്ലേ? Yes. Second paragraph. Okay, ഒന്ന് വായിച്ചേ. Yes. വായിച്ചോ. Portuguese explorers gave the nut its name in the 15th century, referring to it as coco, meaning ghost in their language. The three dimples and the hairy texture reminded them of a ghost face, and the tree has retained the name ever since. Okay, third paragraph, Vaikya. Yes.
വായിക്കാം. വായിച്ചു നോക്കാം. The coconut has many varied uses. It is used to make margarine as well as various cooking oils. And these cooking oils are used by fast food restaurants around the world to make such diet staples as French fries. The coconut fluid is a favorite drink in hot climates, providing a cool and refreshing beverage right off the tree. This water is also used by manufacturers of various sports drinks because of its isotonic electrolyte properties. Even the shell itself has many uses, including cattle food and fertilizer. Yes. Last one. Yes. Last paragraph. നന്നായിട്ട് വായിക്കുക. ലാസ്റ്റ് പാരഗ്രാഫ് ആണ്. വായിച്ചു. Yet the coconut is also useful in many ways that have nothing to do with food. Coconut oil is used for cosmetics, medicines, and can even be used in place of diesel fuel. Dried coconut shells are used in many countries as a tool, such as a buffer for shining wood floors. The shells are also used for shirt buttons and are commonly found in Hawaiian clothing. They are very they are even used for musical instruments and bird houses. And all these are only some of the uses found for the coconut fruit. The coconut palm tree, which produces the nut, also produces countless useful items. It's no wonder that the coconut palm has been called the tree of life. Okay, so നമ്മൾ ഫസ്റ്റ് പാസേജ് വായിച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്ക് പ്രാക്ടീസ് സെഷൻ ആയതുകൊണ്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കണ്ടു നോക്കാം. ഓക്കെ, യെസ്. The coconut is an unusual food for many reasons. Okay, many reasons. Yes, it is technically a seed produced by the coconut. Yes, coconut palm tree. And yes, നമുക്ക് നോക്കാം. First one, ആദ്യത്തെ വേർഡ് മുതൽ നമുക്കൊന്ന് വായിക്കാം കേട്ടോ. The coconut is an unusual food for many reasons. എന്താണ്? യെസ്, പല കാരണങ്ങൾ കൊണ്ട് തന്നെ കോക്കനട്ട് എന്ന് പറയുന്നത് ഒരു അസാധാരണമായ ഒരു ഭക്ഷണമാണ്. ഇറ്റ് ഈസ് ടെക്നിക്കലി എ സീഡ്. ടെക്നിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സീഡാണ് അല്ലേ? പ്രൊഡ്യൂസ്ഡ് ബൈ ദ കോക്കനട്ട് പാം ട്രീ. കോക്കനട്ട് പാം ട്രീ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീഡാണ് ഈ കോക്കനട്ട്. ആൻഡ് ആസ് സച്ച് ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് എഡിബിൾ സീഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ എനി പ്ലാന്റ്സ്. യെസ്, കോക്കനട്ട് പാം ട്രീ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ടെക്നിക്കലി നോക്കിയാൽ കോക്കനട്ട് പാം ട്രീ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സീഡാണ് ഈ കോക്കനട്ട്. ആൻഡ് നമുക്ക് കഴിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഭക്ഷ്യയോഗ്യമായ ലാർജസ്റ്റ് സീഡ്, അതായത് ഏതെങ്കിലും ഒരു പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭക്ഷ്യയോഗ്യമായ ലാർജസ്റ്റ് സീഡാണ് നമ്മുടെ കോക്കനട്ട്. Its unusual contents also make it unique in the seed world. അതിന്റെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സീഡിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അൺയൂഷ്വൽ ആയിട്ടുള്ള
കണ്ടന്റ്സ്, അതായത് വളരെ അസാധാരണമായ കണ്ടന്റ്സ് ആണ് അതിനെ യുണീക്ക് ആക്കുന്നത്. സീഡിന്റെ ഒരു, അതായത് സീഡിന്റെ ആ ലോകത്ത് തന്നെ, സീഡ് വേൾഡിൽ തന്നെ അതിനെ യുണീക്ക് ആക്കുന്നത് അതിന്റെ ഒരു വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള കോണ്ടന്റ് തന്നെയാണ്. ഓക്കെ, യെസ്. The interior consists of both meat and water. Interior means ആ തെങ്ങിക്കകത്ത് മീറ്റും ഉണ്ട് വാട്ടറും ഉണ്ട്. Meat is the white pith with which we are all familiar. മീറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റ് കളർ ഉള്ള ഇല്ലേ, കോക്കനട്ട് നമുക്കറിയാം, തേങ്ങ കട്ട് ചെയ്യുമ്പോൾ വൈറ്റ് കളർ ഉള്ള ഒരു സാധനമില്ലേ, അതിനാണ് ഫ്ലഷ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മീറ്റ് എന്ന് പറയുന്നത്. We are all familiar as it is used extensively for cooking and flavorings. നമ്മൾ തേങ്ങ ചിരകിയൊക്കെ യൂസ് ചെയ്യില്ലേ, കുക്കിങ്ങിനൊക്കെ എടുക്കുന്നതല്ലേ. The coconut water is a white liquid that is very sweet and thirst quenching. Okay, അതിനകത്ത് കോക്കനട്ട് വാട്ടർ കാണും അല്ലേ, നമ്മൾ തേങ്ങ രണ്ടായിട്ട് മുറിക്കുമ്പോൾ ഒരു വൈറ്റ് കളറുള്ള ഫ്ലഷും കാണും, കോക്കനട്ട് വാട്ടറും കാണും അല്ലേ. നമുക്ക് ദാഹമൊക്കെ ശമനിപ്പിക്കുന്ന ഒരു കോക്കനട്ട് വാട്ടറും അതിനകത്ത് കണ്ടിരിക്കും. നെക്സ്റ്റ് വൺ, Portuguese explorers gave the nuts its name in the 15th century. Yes, Portuguese. അപ്പൊ ഇതിന്റെ എന്താണ്? യെസ്, പോർച്ചുഗീസ് എക്സ്പ്ലോറേഴ്സ്. യെസ്, പോർച്ചുഗീസ് എക്സ്പ്ലോറേഴ്സ് ആണ് ഈ ഒരു 15th സെഞ്ചുറിയില് പോർച്ചുഗീസ് എക്സ്പ്ലോറേഴ്സ് ആണ് ഈ നട്ടിന്, കോക്കനട്ടിന്, ഇതിന്റെ ഈ ഒരു നട്ട്, അതൊരു നട്ടാണല്ലോ, അതിന് കോക്കോ എന്ന് പേരിട്ടത്. കാരണം എന്താണ്? കോക്കോ എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് എന്നാണ് മീനിങ്. ഗോസ്റ്റ്. ഓക്കെ, സോ അവരുടെ ലാംഗ്വേജിൽ പോർച്ചുഗീസില് കോക്കോ എന്ന് പറഞ്ഞാൽ ഗോസ്റ്റ് എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈ പോർച്ചുഗീസ് എക്സ്പ്ലോറേഴ്സ് 15ാം നൂറ്റാണ്ടില് ഇതിന് കോക്കോ എന്ന് പേരിട്ടു. കോക്കോ നട്ട്, ഈ നട്ടിന് കോക്കോ നട്ട് എന്ന് പേരിട്ടു. ഈ നട്ട് കോക്കോ, വിച്ച് മീൻസ് ഗോസ്റ്റ് അവരുടെ ലാംഗ്വേജിൽ. The three dimples and the hairy texture reminded them of a ghost face, and the tree has retained the name ever since. So, ആ ഒരു തേങ്ങ നമുക്ക് എടുക്കുമ്പോൾ അതിനകത്ത് 3 ഐസ് പോലെ കാണും അല്ലേ, ഒരു ഡിംപിൾസ്, 3 കുഴികൾ കാണും. യെസ്, ആ ഒരു 3 ഡിംപിൾസും അതുപോലെ തന്നെ ഈ ചകിരിയൊക്കെ കാണില്ലേ, യെസ്, അതിന്റെ ഒരു ഹെയറി ആയിട്ടുള്ള ടെക്സ്ചറും ഒക്കെ കാണുമ്പോൾ ഒരു ഗോസ്റ്റിന്റെ ഒരു ഫേസ് പോലെ തോന്നും. അതുകൊണ്ടാണ് ഇവര് ഗോസ്റ്റ്, ആ ഒരു ഗോസ്റ്റ് മീനിങ് വരുന്ന കോക്കോ എന്ന പേരിടാൻ കാരണം. കോക്കോ നട്ട്, ഗോസ്റ്റ് നട്ട് എന്ന മീനിങ് വരുന്ന പോലെ ഇട്ടത്. And the tree has retained that name ever since. Yes, അടുത്ത് നോക്കാം. The coconut has many varied uses. കോക്കനട്ടിന്, നമ്മുടെ തെങ്ങിക്ക് ഒരുപാട് വിവിധ യൂസസ് ഉണ്ട്. It is used to make margarine as well as various cooking oils. കോക്കനട്ട് ഓയിൽ അല്ലേ, ഒരുപാട് ഓയിൽസ്, കുക്കിംഗ് ഓയിൽസ് ഉണ്ടാക്കാനായിട്ട് തേങ്ങ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഈ നമ്മുടെ ഡാൽഡ ഒക്കെ യൂസ് ചെയ്യാനായിട്ട്, ഉണ്ടാക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നു. ആൻഡ് ദീസ് കുക്കിംഗ് ഓയിൽസ് ആർ യൂസ്ഡ് ബൈ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സ് അറൌണ്ട് ദ വേൾഡ് ടു മേക്ക് സച്ച് ഡയറ്റ് സ്റ്റേപ്പിൾസ് ആസ് ഫ്രഞ്ച് ഫ്രൈസ്. ലോകമെമ്പാടുമുള്ള ടോപ്പ് റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറൻറ്റ്സിലൊക്കെ ഈ കോക്കനട്ട് വെച്ച് യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ കോക്കനട്ടിന്റെ കുക്കിംഗ് ഓയിൽസ് ഒക്കെ വെച്ചിട്ടുള്ള ഡയറ്റ് സ്റ്റേപ്പിൾസ്, അതായത് ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ ഉണ്ടാക്കുവാനായിട്ട് കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. And the coconut fluid is a favorite drink in hot climates. കോക്കനട്ട് ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കരിക്കിന്റെ വെള്ളവും വരും, അതുപോലെ തേങ്ങ പൊട്ടിക്കുമ്പോൾ ഉള്ള വെള്ളവും അതും ആണ് കേട്ടോ. Hot climates providing a cool and refreshing beverage right off the tree. ഒരു വളരെ കൂളും റിഫ്രഷിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു ബിവറേജ് പ്രൊവൈഡ് ചെയ്യാനായിട്ടും ഈ കോക്കനട്ടിന് സാധിക്കും. This water is also used by many manufacturers of various sports drinks because of its isotonic electrolyte properties. ഈ തേങ്ങയ്ക്കകത്തെ ഈ ഫ്ലൂയിഡിന് ഒരുപാട് ഐസോട്ടോണിക് ഇലക്ട്രോലൈറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സ്പോർട്സ് ഡ്രിങ്ക്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യും, ഈ ഒരു കോക്കനട്ട് വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. Even the shell itself has many uses, including cattle food and fertilizer. അതിന്റെ ഒരു തേങ്ങയുടെ ഒരു ഷെല്ലില്ലേ അല്ലേ, യെസ്, തേങ്ങയുടെ ആ ഒരു ഷെല്ലുണ്ടല്ലോ, അതുവരെ കളയാണ്ട് ഒരുപാട് യൂസസ് ഉണ്ട്. ആ ഒരു ഷെല്ലിന് വരെ ഒരുപാട് യൂസസ് ഉണ്ട്. അതല്ലെങ്കിൽ അതിന്റെ ഒരു ഫുൾ ഔട്ടിങ്, കവറിങ്, എല്ലാത്തിനും അതിൻ്റെതായ യൂസസ് ഉണ്ട്. എന്താണ്,
കാറ്റൽ ഫുഡ് ആയിട്ടും ഫെർട്ടിലൈസർ ആയിട്ടും ഒക്കെ യൂസ് ചെയ്യാൻ സാധിക്കും. നോക്കാം. Yet the coconut is also useful in many ways that have nothing to do with food. ഓക്കെ, ഇനിയും ഉണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് കോക്കനട്ടിന്റെ യൂസസ് എല്ലാം പറഞ്ഞത് അത് ഒരു ഫുഡ് ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണത്തിനായിട്ട് എടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് കോക്കനട്ടിന്റെ യൂസസ് കണ്ട്. പക്ഷേ ഈ ഫുഡ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതല്ലാണ്ട് നമുക്ക് ഒരുപാട് യൂസസ് ഉണ്ട് കോക്കനട്ട് ആയിട്ട്. Coconut oil is used for cosmetics, medicines, and can even be used in place of diesel fuel. Coconut oil എന്ന് പറയുന്നത് കോസ്മെറ്റിക്സ്, ഓക്കെ, അതായത് നമ്മുടെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കാനായിട്ട്, ഉണ്ടാക്കുവാനായിട്ട്, നിർമ്മിക്കുവാനായിട്ട് യൂസ് ചെയ്യാറുണ്ട്. മെഡിസിൻസ്, പല മെഡിസിൻസും ഉണ്ടാക്കുവാനായിട്ട് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് നമ്മുടെ ഡീസൽ വരെ യെസ് ഉണ്ടാക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഓയിലും ഒക്കെ യൂസ് ചെയ്യാം. Dried coconut shells are used in many countries as a tool. ഒരുപാട് കൺട്രീസിൽ ഈ ഡ്രൈഡ് ആയിട്ടുള്ള, അതായത് കോക്കനട്ട് ഷെൽസ് ഉണക്കിയിട്ട് അത് ടൂൾ ആയിട്ട് വരെ യൂസ് ചെയ്യുന്നുണ്ട്. സച്ച് ആസ് എ ബഫർ ഫോർ ഷൈനിങ് വുഡ് ഫ്ലോർസ്. ദ ഷെൽസ് ആർ യൂസ്ഡ് ഫോർ ഷർട്ട് ബട്ടൺസ്. ഷർട്ടിൻ്റെയൊക്കെ ബട്ടൺസിന് വേണ്ടി വരെ ഈ ഷെൽസ് യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ആർ കോമൺലി ഫൗണ്ട് ഓൺ ഹവൈൻ ക്ലോത്തിങ്. യെസ്, ഹവൈൻ ക്ലോത്തിങ്ങിനും ഈ ഒരു കോക്കനട്ടിന്റെ ബട്ടൺസും അല്ലെങ്കിൽ എല്ലാം കണ്ടുവരാറുണ്ട്. They are even used for musical instruments and bird houses. കണ്ടോ, എന്തുമാത്രം യൂസസ് ആണല്ലേ. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കുവാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്, ബേർഡ് ഹൗസ് ഉണ്ടാക്കുവാനായിട്ട്. ആൻഡ് ഓൾ ദീസ് ആർ ഓൺലി സം ഓഫ് ദി യൂസസ് ഫൗണ്ട് ഫോർ ദ കോക്കനട്ട് ഫ്രൂട്ട്. അപ്പൊ ഈ പറഞ്ഞതെല്ലാം ഒരുപാട് യൂസസ് പറഞ്ഞു, എന്നാൽ പോലും ഇതൊക്കെ കോക്കനട്ട് ഫ്രൂട്ടിന്റെ വളരെ കുറച്ച് അല്ലെങ്കിൽ ചില യൂസസ് മാത്രമാണ്. The coconut palm tree, which produces the nut, also produces countless useful items. Okay, ഈ coconut palm tree ഈ ഒരു കോക്കനട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ കോക്കനട്ട് പാം ട്രീ കോക്കനട്ട് അല്ലാതെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റംസ് പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതിന്റെ ലീവ്സ് ഒക്കെ കാണുമ്പോൾ നമുക്ക് അറിയാം അല്ലേ. യെസ്, ഇറ്റ്സ് നോ വണ്ടർ ദാറ്റ് ദ കോക്കനട്ട് പാം ഹാസ് ബീൻ കോൾഡ് ദ ട്രീ ഓഫ് ലൈഫ്. യെസ്, ജീവന്റെ വൃക്ഷം എന്ന് കോക്കനട്ട് പാമിനെ അറിയപ്പെടുന്നത്, അങ്ങനെയാണ് അറിയപ്പെടുന്നത്. അതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽ എക്സ്പ്ലനേഷനും കിട്ടിയല്ലോ അല്ലേ. യെസ്, അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the underlined word pith as used in the passage most nearly means dash. Yes, നോക്കിക്കേ, നമുക്ക് ആ പിത്ത് എന്ന വേർഡ് കണ്ടുപിടിക്കാം. യെസ്, ഇവിടെയാണ് നമ്മുടെ പിത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, the meat is the white pith with which we are all familiar. ഇവിടെ എന്തിനെയാണ് പിത്ത് എന്ന് പറയുന്നത്? ആ ഒരു മീറ്റിനെയാണ് അല്ലെ. അതായത് രണ്ടും ഉണ്ട്, കോക്കനട്ട് നട്ട് എന്നല്ലേ കോക്കനട്ട് സീഡ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിന്റെ ഇന്റീരിയർ വാട്ടറും ഉണ്ട്, മീറ്റും ഉണ്ട്. ഈ വൈറ്റ് പിത്ത് ആണ് മീറ്റ് എന്ന് അവര് റെഫർ ചെയ്യുന്നത് അല്ലേ. യെസ്, അപ്പൊ ആദ്യത്തെ ആൻസർ എന്താണ്? The underlined word pith as used in the passage most nearly means meaty substance. That's answer. Second one, the coconut earned the nickname ghost because dash of its pale color. It resembles a face. It is round of its smell. Okay, ഈ കോക്കനട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു നിക്നെയിം അല്ലെങ്കിൽ ഗോസ്റ്റ് എന്നൊരു പേര് വരാൻ കാരണം എന്താണ്? വൈ? Because Portuguese explorers gave the nut its name in the 15th century, referring to it as coco, meaning ghost in their language. എന്തുകൊണ്ടാണ്? The three dimples and the hairy texture remind them of a ghost face. കണ്ടോ, ആ ഫേസ്, ഗോസ്റ്റിന്റെ ഒരു ഫേസ് വരുന്നത് കൊണ്ടാണ് അവര് അങ്ങനെ പേരിട്ട്. സോ ഏതായിരിക്കും? It resembles a face. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. Okay, going to the third question. What is the main focus of this passage? ഈ പാസേജിന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്താണ്? What's the main focus of the passage? So ഈ പാസേജ് ഫുൾ വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? The history of coconuts. Coconut trees have many uses. How cooking oil is made. Portuguese discoveries. ഈ ഒരു പാസേജ് മെയിൻ ഫോക്കസ് എന്താണ്? കോക്കനട്ട്സിന്റെ ഹിസ്റ്ററി ആണോ, അല്ലെങ്കിൽ കോക്കനട്ട് ട്രീസിന്റെ യൂസസ് ആണോ, അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണോ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ കണ്ടുപിടുത്തങ്ങൾ ഡിസ്കവറീസ് ആണോ, എന്താണ്
ഈ ഒരു പാസേജിന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്? വാട്ട്സ് ദ മെയിൻ ഫോക്കസ് ഓഫ് ദിസ് പാസേജ്? യെസ്, ഏതാണ് നിങ്ങൾ നോക്കിക്കേ. വളരെ ഈസിയാണ്. സോ ഏതാണ് അല്ലെങ്കിൽ എന്താണ് ഈ ഒരു പാസേജിന്റെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ്? യെസ്, എന്താണ് മെയിൻ ഫോക്കസ്? എന്താണ്? What is the main focus of the passage? എന്താണ്? വളരെ ഈസിയാണ്. നോക്കിക്കേ. യെസ്, എന്താണ് ഈ ഒരു പാസേജിന്റെ ഫോക്കസ്? എന്താണ്? ആരുടെയും ആൻസേഴ്സ് കാണുന്നില്ല. ഓക്കെ, ഈ പാസേജിന്റെ മെയിൻ ഫോക്കസ് എന്താണ്? കോക്കനട്ട് ട്രീസിന്റെ യൂസസ് ആണല്ലേ അതിനകത്ത് പറയുന്നത്. ഈ ഒരു പാസേജ് ഫുൾ പറയുന്നത് എന്താണ്? ആദ്യം കോക്കനട്ടിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിന്റെ യൂസസ് ആണ് പറയുന്നത് അല്ലേ. അത് എന്തൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, അത് ഫുഡ് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. യെസ്, ഓക്കെ, നോക്കാം. യെറ്റ്, കണ്ടോ, ഒരുപാട് യൂസസ് ആണ് ഇതിനകത്ത് പറയുന്നത് മുഴുവൻ അല്ലേ. ബാക്കി ഓപ്ഷൻസ് ഒക്കെ ജസ്റ്റ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ അല്ലേ. സോ എന്താണ് മെയിൻ ഫോക്കസ്? എന്താണ്? Coconut trees have many uses. അത് തന്നെയാണ്. And fourth one, the passage implies that dash. Coconut palms are a valuable plant. Coconut oil is the best way to cook. Portuguese explorer loved coconuts. Coconut palms are good shade trees. Yes. ഈ പാസേജ് എന്താണ് പറയുന്നത്? കോക്കനട്ട് പാംസ് ഒക്കെ വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. കോക്കനട്ട് ഓയിൽ ആണ് കുക്ക് ചെയ്യാനായിട്ടുള്ള ഏറ്റവും എളുപ്പമാർഗം. പോർച്ചുഗീസ് എക്സ്പ്ലോറേഴ്സ് കോക്കനട്ട്സിനെ ഇഷ്ടപ്പെട്ടിരുന്നു. കോക്കനട്ട് പാംസ് ഒരു നല്ല തണൽ മരമാണ്. യെസ്, ഇതിൽ ഏതാണ്? യെസ്, ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ? ഈ പാസേജിൽ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത് കൂടുതൽ? കോക്കനട്ട് പ്ലാന്റ്സ് ഇംപ്ലൈ ചെയ്യുന്നതാണ്. പാസേജ് ഇംപ്ലൈസ് ദാറ്റ് കോക്കനട്ട് പാംസ് ആർ എ വാല്യുബിൾ പ്ലാന്റ്. അതുകൊണ്ടാണല്ലോ ഇത്ര യൂസസ് പറഞ്ഞു വന്നത് അല്ലേ. Yes, fifth one. Which of the following is not a use for the coconut palm? Yes, ഈ കൊടുത്തിരിക്കുന്നതില് കോക്കനട്ട് പാമിന്റെ യൂസസ് അല്ലാത്ത ഏതാണ്? നോട്ട് എ യൂസ്. പലർക്കും എ യൂസ് മാത്രമേ മിക്കവരും നോട്ട് കാണാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിക്കുന്നത് കേട്ടോ. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റൻസ് വരുമ്പോൾ നമ്മൾ ആ സമയത്തുള്ള ഒരു ധൃതി കാരണം പെട്ടെന്ന് നോട്ടൊന്നും കാണില്ല അല്ലേ. യെസ്, നോക്കിക്കേ. മാർഗ്രീൻ, ബട്ടൺസ്, ഹീലിയം ബലൂൺസ്, ഡീസൽ ഫ്യൂൽ. ഇതിനകത്ത് ഏതാണ് യൂസ് അല്ലാത്തത്? നമുക്ക് നോക്കാം. യെസ്, ഇത് അതിനകത്ത് യൂസ് ആയിട്ട് പറയുന്നുണ്ട്. ഇനി ഏതാണ്? യെസ്, ബട്ടൺസ്. ബട്ടൺസ് ഉണ്ടോ നോക്കിക്കേ. യെസ്, ഡീസൽ കണ്ടു, നമ്മൾ ഡീസൽ കണ്ടു, അപ്പൊ അതും യൂസ് ആണ്. ആൻഡ് യെസ്, ഷോർട്ട് ബട്ടൺസ്. അപ്പൊ ഈ മൂന്നെണ്ണം ഉണ്ട്. ഇനി എന്താ നമുക്ക് കാണാത്ത ഇതിനകത്ത് ഇല്ലാത്ത? എന്താണ്? That is helium balloons ആണ് അല്ലേ. helium balloons ആണ് correct answer. And the next one, sixth one, the underlined word staples as used in the passage most nearly means dash. Fasteners, plants, paperwork, fruits. ഈ ഒരു പാസേജിൽ staples എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് staples വേർഡ് കാണാം, അത് അണ്ടർലൈൻ ചെയ്തിട്ടൊന്നുമില്ല, പക്ഷേ കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, കണ്ടോ, തേർഡ് ലൈൻ കണ്ടോ. These used to make margarine as well as favorite cooking oils, and these cooking oils are used by fast food restaurants around the world to make such diet staples as French fries. Okay. Yes, എന്താണ് ഇതിന്റെ അകത്ത് staples എന്ന് പറഞ്ഞാൽ? What do you mean by staples? Yes, ഇതിന്റെ അകത്ത് staples എന്ന് പറഞ്ഞാൽ എന്താണ്? Yes, നോക്കാം. യെസ്, സ്റ്റേപ്പിൾസ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എന്താണ്? 6th lesson. That means foods. Diet staples എന്നതിനകത്ത് പറയുന്നത് എന്താണ്? Foods ആണ് അല്ലേ. യെസ്, 7th one. The coconut palm is sometimes called the tree of life because, yes, coconut palm ട്രീ ഓഫ് ലൈഫ്, ജീവന്റെ വൃക്ഷം എന്ന് അറിയപ്പെടാൻ കാരണം എന്താണ്? The Portuguese thought it cured disease. Nearly every part of the tree is useful to mankind. It grows near the equator of its green color. Yes, എന്തുകൊണ്ടാണ്?
ഓപ്ഷൻസ് നോക്കിക്കേ. ദ പോർച്ചുഗീസ് തോട്ട് ഇറ്റ് ക്യൂർ ഡിസീസ്. പോർച്ചുഗീസുകാര് അത് ഡിസീസസ് ഒക്കെ ക്യൂർ ചെയ്യാനുള്ളതെന്ന് വിചാരിച്ചു. നിയർലി എവറി പാർട്ട് ഓഫ് ദ ട്രീ ഈസ് യൂസ്ഫുൾ ടു മാൻകൈൻഡ്. ആ ഒരു ട്രീയുടെ ഓരോ പാർട്ടും മാൻകൈൻഡ് മനുഷ്യർക്ക് ഉപയോഗകരമാണ്. ഒന്നെങ്കിൽ ഫ്രൂട്ട്, അല്ലെങ്കിൽ ആ നട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റ് തന്നെ, ആ ട്രീ തന്നെ യൂസ്ഫുൾ ആണ്. ഒരു ലീഫോ എന്താണെങ്കിലും യൂസ്ഫുൾ ആണ്. ഇറ്റ് ഗ്രോസ് നിയർ ദ ഇക്വേറ്റർ. ഇക്വേറ്ററിന്റെ അടുത്ത് ഉള്ളത് വളരുന്നതുകൊണ്ടാണോ? ഓഫ് ഇറ്റ്സ് ഗ്രീൻ കളർ, ഓർ അതിന്റെ ഗ്രീൻ കളർ കൊണ്ടാണോ? നമുക്ക് ലാസ്റ്റ് നോക്കാം. യെസ്, ദ കോക്കനട്ട് പാം ട്രീ. ഒരുപാട് യൂസസ് പറഞ്ഞിട്ട് പറയുവാണ്. The coconut palm tree, which produces a nut, also produces countless useful items. ഫുഡ് മാത്രമല്ല, ബ്യൂട്ടി ഇൻഡസ്ട്രി, അതുപോലെ മെഡിസിൻസ്, അതുപോലെ തന്നെ കോസ്മെറ്റിക്സും ഡീസൽ ഉണ്ടാക്കാനും നമ്മുടെ ക്ലോത്തിങ് ഇൻഡസ്ട്രിയിലെല്ലാം ഈ ഒരു കോക്കനട്ട് യൂസ്ഫുൾ ആണ്. അതൊരു ഫ്രൂട്ട് മാത്രം. അപ്പൊ അതിന്റെ ലീവ്സും ആ ഒരു സ്റ്റെമ്മും എല്ലാം വളരെ യൂസ്ഫുൾ ആണ് അല്ലേ? ദിസ് നോ വണ്ടർ ദാറ്റ് ദ കോക്കനട്ട് പാം ഹാസ് ബീൻ കോൾഡ് ദ ട്രീ ഓഫ് ദ ലൈഫ്. അപ്പൊ എന്താണ് ആൻസർ? Yes, option B is the correct answer. Nearly every part of the tree is useful to mankind. Yes. Okay. ഓക്കെ, സോ ആദ്യത്തെ പാസേജ് നമ്മൾ സോൾവ് ചെയ്തിരിക്കുകയാണ്. വളരെ ഈസി ആയിട്ടുള്ള പാസേജ് അല്ലായിരുന്നോ? എപ്പോഴും ഞാൻ കുറച്ച് ടഫ് പാസേജസ് ഒക്കെ എടുക്കുകയാണെന്ന് പലരും പറയാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് ഈസി പാസേജുമായിട്ട് വന്നത് കേട്ടോ. യെസ്. അപ്പൊ നമുക്ക് അടുത്ത പാസേജ് നോക്കാം. അടുത്തതും ഇതുപോലെ തന്നെയാണ്, വളരെ ഈസി ആയിട്ടുള്ള പാസേജ് തന്നെയാണ് കേട്ടോ. നമുക്ക് നോക്കാം. യെസ്, ലെറ്റ്സ് സീ ദി നെക്സ്റ്റ് പാസേജ്. ദാ 3 പാരഗ്രാഫ്സേ ഉള്ളൂ, വളരെ ഈസിയാണ്. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻസ് വായിക്കാം. ക്വസ്റ്റ്യൻസും അതിന്റെ ഓപ്ഷൻസും ഒന്ന് വായിക്കാം കേട്ടോ. അക്കോർഡിംഗ് ടു ദ പാസേജ്, വൈ ഈസ് ചോക്ലേറ്റ് പോയിസണസ് ഫോർ ഡോഗ്സ് ആൻഡ് കാറ്റ്സ്? ഒന്ന് വായിച്ചേ, ഓപ്ഷൻസ് ഒന്ന് വായിക്കുക. യെസ്. Second question, how much milk chocolate would be poisonous to a cat according to the passage? Okay. Yes. Third one, why might a dog eat chocolate according to the passage? 4 options of Vaishungi. Yes. And fourth question, what best summarizes the passage? This passage. Options of Vaishunga. Yes. വായിച്ചല്ലോ. നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉള്ളത്. നോക്കാം, നമുക്ക് ആദ്യം മുതലൊന്ന് വായിച്ചു നോക്കാം. യെസ്, ഒരു മിനിറ്റ് ഒന്നും വേണ്ടുള്ളൂ, നിങ്ങൾ വായിക്കുക കേട്ടോ, ഇതൊന്ന് വായിക്കുക. യെസ്. യെസ്. യെസ്, വായിച്ചോ. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ എൻ്റെ കൂടെ വായിക്കാം കേട്ടോ.
Dogs and cats should never be permitted to eat chocolate because chocolate works like a poison in their bodies. Chocolate contains a chemical called theobromine, which is similar to caffeine. Human bodies are able to process the theobromine without any ill side effects, but dogs and cats cannot. Okay, yes, second paragraph. Yes, Vaigya. Vaishu, അതിൽ വായിക്കുകയാണെങ്കിൽ പെൻ്റെ വായിക്കാം കേട്ടോ. Yes. Different types of chocolate contain different amounts of theobromine. It would take 20 ounces of milk chocolate to kill a 20-pound dog, but only 2 ounces of baker's chocolate or 6 ounces of semi-sweet chocolate. The amounts, of course, are much smaller for a cat, whose body weight is typically less than that of a dog. Yes, and the next one. Yes, that means last paragraph. Vaishunka. Vaishu കഴിഞ്ഞു. Yes. Most cats are not naturally attracted to eating chocolate, but many dogs are. Dogs by nature will sample nearly anything that they see their masters eating. So pet owners must take care to keep all chocolate products well out of reach of their dogs and cats. Okay. അപ്പോൾ നമ്മൾ 3 പാരഗ്രാഫ് വായിച്ചിരിക്കുകയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. Dogs and cats should never be permitted to eat chocolate because chocolate works like a poison in their bodies. ഇവിടെ പറയുന്നത് എന്താണ്? ഡോഗ്സും കാറ്റ്സും ഒന്നും ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല. കാരണം എന്താണ്? അതിൻ്റെ അകത്ത് ചോക്ലേറ്റ്സ് ഈ ഡോഗ്സിന്റെയും കാറ്റ്സിന്റെയും ഒക്കെ ബോഡിയിൽ ഒരു പോയിസൺ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചോക്ലേറ്റ് കണ്ടെയ്ൻസ് എ കെമിക്കൽ കോൾഡ് തിയോബ്രമൈൻ. ഓക്കെ, ചോക്ലേറ്റിൽ തിയോബ്രമിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ട്, which is similar to a caffeine. കഫെയിനുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു കെമിക്കൽ ആണ്. Human bodies are able to process the theobromine without any ill side effects, but dogs and cats cannot. ഈ ഒരു കെമിക്കൽ ഹ്യൂമൻ ബോഡീസിന് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാണ്ട് തന്നെ പ്രോസസ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ ഡോഗ്സിനും കാറ്റ്സിനും അത് കഴിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് അവർക്ക് കൊടുക്കരുതെന്ന് പറയുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ് കണ്ടെയ്ൻ ഡിഫറെന്റ് എമൗണ്ട്സ് ഓഫ് തിയോബ്രമിൻ. ഈ ഒരു പല ചോക്ലേറ്റ്സ് നമുക്ക് പല പല കൈൻഡ് ഉണ്ട് അല്ലേ? വൈറ്റ് ചോക്ലേറ്റ്, മിൽക്ക് ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റ്, അങ്ങനെ പലതുണ്ട്. അപ്പോൾ പല ചോക്ലേറ്റ്സിനും പല അളവിലാണ് ഈ ഒരു കെമിക്കൽ ഉള്ളത്. ഇറ്റ് വുഡ് ടേക്ക് 20 ounces of milk chocolate to kill a 20-pound dog. ഒരു മിൽക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ 20 ounces ഉണ്ടെങ്കിൽ തന്നെ 20 പൗണ്ട് ഉള്ള ഒരു ഡോഗിനെ ഇല്ലാതാക്കാൻ അത് മതി. But only 2 ounces of baker's chocolate or 6 ounces of semi-sweet chocolate. പക്ഷേ 2 ounces ഓഫ് ബേക്കേഴ്സ് ചോക്ലേറ്റ് ആണെങ്കിൽ അത് 2 ounces, അതുപോലെ തന്നെ 6 ounces സെമി സ്വീറ്റ് ചോക്ലേറ്റ് ആണെങ്കിൽ 6 ounces മതി ഈ ഒരു ടു കിൽ എ 20-pound ഡോഗ്. The amounts of course are much smaller for a cat. Okay, ഇത്രയും തന്നെ വേണ്ട കാറ്റിന്. കാരണം എന്താണ്? whose body weight is typically less than that of a dog. ഡോഗിനെ സംബന്ധിച്ചിടത്തോളം കാറ്റിന്റെ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. Most cats are not naturally attracted to eating chocolate. മിക്ക പൂച്ചകളും അവർക്ക് ചോക്ലേറ്റിൽ വലിയ അട്രാക്ഷൻ ഒന്നും തോന്നാറില്ല. ബട്ട് മെനി ഡോഗ്സ് ആർ. പക്ഷേ ഡോഗ്സിന് അട്രാക്ഷൻ വരാറുണ്ട്. കാരണം ഡോഗ്സ് ബൈ നേച്ചർ വിൽ സാമ്പിൾ നിയർലി എനിത്തിങ് ദാറ്റ് ദേ
see their masters eating. So നമ്മുടെ പെറ്റ് ഡോഗ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെല്ലാം സാമ്പിൾ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാനെങ്കിൽ ഉള്ള ഒരു പ്രവണത മിക്ക ഡോഗ്സിലും കാണാറുണ്ട്. ഓക്കെ, സോ പെറ്റ് ഓണേഴ്സ് മസ്റ്റ് ടേക്ക് കെയർ ടു കീപ് ഓൾ ചോക്ലേറ്റ് പ്രൊഡക്ട്സ് വെൽ ഔട്ട് ഓഫ് റീച്ച് ഓഫ് ദിയർ ഡോഗ്സ് ആൻഡ് കാറ്റ്സ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? പെറ്റ് ഓണേഴ്സിന് ഒരു വാർണിംഗ് കൊടുത്തിട്ടാണ് പാസേജ് എൻഡ് ചെയ്തിരിക്കുന്നത്. പെറ്റ് ഓണേഴ്സ് ഒക്കെ ഈ ചോക്ലേറ്റ് പ്രൊഡക്ട്സ് ഒക്കെ വളരെ സേഫ് ആയിട്ട്, അല്ലെങ്കിൽ ഈ പൂച്ചകളുടെയും പട്ടികളുടെയും അടുത്തുനിന്ന് മാറ്റി വെക്കുക, ഡോഗ്സിന്റെയും കാറ്റ്സിന്റെയും അടുത്തുനിന്ന് അത് മാറ്റി വെക്കുക. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോൾവ് ചെയ്യുക അല്ലേ? According to the passage, why is chocolate poisonous for dogs and cats? എന്തുകൊണ്ടാണ് പാസേജ് അനുസരിച്ച് ചോക്ലേറ്റ് ഡോഗ്സിനും കാറ്റ്സിനും ഒക്കെ പോയിസണസ് ആയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Why? Because it contains caffeine. Chocolate is made from processed cocoa. It gets stuck in their intestines. They cannot process theobromine. Okay, 4 ഓപ്ഷൻസ് ആണ്. ഒന്ന്, ചോക്ലേറ്റിൽ കഫീൻ ഉള്ളതുകൊണ്ട്. രണ്ടാമത്തേത്, ചോക്ലേറ്റ് കൊക്കോ വെച്ചാണ് പ്രോസസ് ചെയ്തിരിക്കുന്നതുകൊണ്ട്, പ്രോസസ്ഡ് കൊക്കോയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആൻഡ് ചോക്ലേറ്റ് ഇൻറ്റസ്റ്റൈൻസിൽ സ്റ്റക്ക് ചെയ്യുന്നതുകൊണ്ട്, ആൻഡ് ദേ കനോട്ട് പ്രോസസ്, അവർക്ക് തിയോബ്രോമൈൻ ആ കെമിക്കൽ പ്രോസസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. ഇതിൽ ഏതാണ് ആൻസർ? ഈസിയാണ്. ഏതാണ്? ദേ കനോട്ട് പ്രോസസ് തിയോബ്രോമൈൻ അല്ലേ? Yes, that's the answer. Again, the next question, second question. How much milk chocolate would be poisonous to a cat according to the passage? Okay, passage അനുസരിച്ച് എത്ര ഔൺസസ് അല്ലെങ്കിൽ എന്തുമാത്രം മിൽക്ക് ചോക്ലേറ്റ് വേണ്ടി വരും ഒരു പൂച്ചയ്ക്ക് പോയിസണസ് ആകാൻ എത്ര ചോക്ലേറ്റ് വേണ്ടി വരും? Substantially less than 20 ounces, substantially more than 20 ounces, approximately 1 pound, half a Hershey bar. ഓക്കെ, നോക്കാം. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, യെസ്, 20 ounces ഓഫ് മിൽക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ 20 pound ഉള്ള ഒരു ഡോഗിനെ ഈസി ആയിട്ട് കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ കാറ്റിനെ സംബന്ധിച്ച് ദ എമൗണ്ട്സ് ഓഫ് കോഴ്സ് ആർ മച്ച് സ്മോളർ ഫോർ എ കാറ്റ്. കാരണം അവരുടെ വെയിറ്റ്, ബോഡി വെയിറ്റ് ഡോഗ്സിനെ അപേക്ഷിച്ച് കുറവായതുകൊണ്ട് കാറ്റ്സിന് ഇത്ര എമൗണ്ട് വേണ്ട. അപ്പൊ ഏതാണ്? സബ്സ്റ്റാൻഷ്യലി less than 20 ounces. Option A ആണ് correct ആയിട്ടുള്ള ആൻസർ. The third question. Okay. Why might a dog eat chocolate according to the passage? എന്തുകൊണ്ടാണ് ഈ പാസേജ് അനുസരിച്ച് എന്തുകൊണ്ടാണ് ഡോഗ്സ് ചോക്ലേറ്റ് കഴിക്കാനുള്ള ചാൻസ് കൂടുതലാണെന്ന് പറയുന്നത്? എന്താണ്? Because the taste is good. Dogs want to eat chocolate. They can smell the theobromine. Dogs like to imitate the owners. ഏതാണ്? അത് നല്ല ടേസ്റ്റ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഡോഗ്സ് ചോക്ലേറ്റ്സ് കഴിക്കില്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ അതിന് ആ ഒരു കെമിക്കലിന്റെ സ്മെല്ല് കിട്ടുന്നതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഡോഗ്സിന് ഓണേഴ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിട്ടാണ്? എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഡോഗ്സ് ലൈക്ക് ടു ഇമിറ്റേറ്റ് ദിയർ ഓണേഴ്സ്. ആൻഡ് ദ ഫോർത്ത് വൺ, വാട്ട് ബെസ്റ്റ് സമ്മറൈസസ് ദിസ് പാസേജ്? ലുക്ക് ബിഫോർ യു ലീപ്, pet food for pets, people food for people, monkey see, monkey do, a penny saved is a penny earned. ഓക്കെ, ലുക്ക് ബിഫോർ യു ലീവ് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? എന്താണ് ഈ ഒരു പാസേജിന്റെ ഒരു സമ്മറി എന്താണ്? യെസ്, വാട്ട്സ് എ സമ്മറി ഓഫ് ദ പാസേജ്? യെസ്, യെസ്, ലുക്ക് ബിഫോർ യു ലീവ്, വീഴുന്നതിന് മുമ്പ് നോക്കുക, അല്ലെങ്കിൽ ചാടുന്നതിന് മുമ്പ് നോക്കുക ആണോ? അല്ല. പെറ്റ് ഫുഡ് ഫോർ പെറ്റ്സ്, പെറ്റ് ഫുഡ് പീപ്പിൾ ഫുഡ് ഫോർ പീപ്പിൾ. പെറ്റ്സിന്റെ ഫുഡ് പെറ്റ്സിനും മനുഷ്യരുടെ ഫുഡ് മനുഷ്യർക്കും. മങ്കി സീ, മങ്കി ഡു, മങ്കി കാണുന്നു, മങ്കി ചെയ്യുന്നു. എ പെന്നി സേവ്ഡ് ഈസ് എ പെന്നി ഏൺഡ്. നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ഒരു നാണയം അത് നമ്മൾ ഏൺ ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, യെസ്. ഏതാണ്? വാട്ട്സ് ആൻസർ? യെസ്, yes. What's the answer? Yes. Pet food for pets, people food for people. അല്ലേ? യെസ്, പെറ്റ്സിന്റെ ഫുഡ് പെറ്റ്സിനും
പീപ്പിളിന്റെ ഫുഡ് പീപ്പിളിനും. അതാണ് ഈ ഒരു പാസേജിന്റെ സമ്മറി ആയിട്ട് വരുന്നത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത പാസേജ് നോക്കാം. ഒരു പാസേജും കൂടെയാണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത്. യെസ്, നമുക്ക് നോക്കാം. അടുത്ത പാസേജ് നമുക്ക് നോക്കാം. യെസ്, നോക്കിക്കേ. ഈ ഒരു പാസേജ് കുറച്ച് ലെങ്തി ആയിട്ടുള്ള പാസേജ് ആണ്. യെസ്, നമുക്ക് കുറച്ച് യെസ് 1 2 3 മൂന്ന് പാരഗ്രാഫ്സ് ആണ് ഉള്ളത്. ഓരോ പാരഗ്രാഫും ഓരോ സ്ലൈഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് നോക്കിക്കേ, the passage is primarily concerned with discussing the dash. The passage suggests that a biologist who held the view described in the first sentence of the second paragraph would most probably also believe which of the following? Yes. Which of the following best describes the relationship between the second and third paragraphs of the passage? The accumulation of concentrations of hemoglobin in red blood cells is mentioned in the passage as an example of which of the following? To begin to control a disease caused by a protein deficiency, the passage suggests that a promising experimental treatment would be to administer a drug that would reduce dash. According to the passage, which of the following best describes the current view on the relationship between the synthesis and the degradation of mRNA in regulating protein synthesis? According to the passage, which of the following can happen when protein synthesis is not appropriately regulated? അങ്ങനെ 7 ക്വസ്റ്റ്യൻസ് ആണുള്ളത് നമ്മുടെ മൂന്നാമത്തെ പാസേജിന്. നമുക്കിത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് പറഞ്ഞു തരാം എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. യെസ്, അപ്പം യെസ്, ആ ഒരു പാസേജ് ഇത്ര നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചു കഴിഞ്ഞു. ഇനി ആ പാസേജും കൂടെ ഒന്ന് വായിച്ചേ. യെസ്, തേർഡ് പാസേജ് ഒന്ന് വായിക്കാം. യെസ്, വായിച്ചു കഴിയുമ്പോൾ പറയണം കേട്ടോ. യെസ്, just read the passage. Yes. Yes. വായിക്കാം, ആ പാസേജ് ക്ലിയർ ആയിട്ട് വായിക്കാം കേട്ടോ. വായിക്കാം, നന്നായിട്ട് പാസേജ് വായിക്കാം. യെസ്, ഒരു വേർഡ് പോലും ഇടാണ്ട് വായിക്കും. ഇപ്പൊ നമുക്ക് വായിച്ചിട്ടൊക്കെ സോൾവ് ചെയ്യുന്നത് നിങ്ങൾ പിന്നീട് അത് സോൾവ് ചെയ്താൽ മതി. യെസ്.
വായിച്ചു കഴിഞ്ഞു അത്. Protein synthesis begins with the gene encoding a protein is activated. The gene's sequence of nucleotides is transcribed into a molecule of messenger RNA, mRNA, which reproduces the information contained in that sequence. Transported outside the nucleus to the cytoplasm, the mRNA is translated into the protein. It encodes by an organelle known as a ribosome, which strings together amino acids in the order specified by the sequence of the elements in the mRNA molecule. Since the amount of mRNA in a cell determines the amount of the corresponding protein, factors affecting the abundance of mRNAs play a major part in the normal functioning of a cell by appropriately regulating protein synthesis. For example, an excess of certain proteins can cause cells to proliferate abnormally and become cancerous. A lack of the protein insulin results in diabetes. And the second paragraph വായിക്കാം. മുമ്പത്തെ വെച്ചൊക്കെ വളരെ ചെറിയ പാരഗ്രാഫ് ആണ്. ഒന്ന് വായിച്ചു നോക്കാം. Yes. വായിച്ചു കഴിഞ്ഞോ? നോക്കാം. Biologists once assumed that the variable rates at which cells synthesize different mRNAs determine the quantities of mRNAs and their corresponding proteins in a cell. However, recent investigations have shown that the concentrations of most mRNAs correlate best not with their synthesis rate, but rather with the equally variable rates at which cells degrade the different mRNAs in their cytoplasm. If a cell degrades both a rapidly and a slowly synthesized mRNA, slowly both mRNAs will accumulate to high levels. Okay. ലാസ്റ്റ് പാരഗ്രാഫും കൂടെ ഒന്ന് വായിക്കാം. അതിനുശേഷം നമുക്കിത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. യെസ്, ഒന്ന് വായിച്ചേ. യെസ്. യെസ്, വായിക്കാം.
Yes. വായിച്ചു കഴിഞ്ഞോ? നന്നായിട്ട് വായിക്കരുത്. വായിക്കുമ്പോൾ ഒരു വേർഡ് പോലും മാറാതെ വായിക്കണം കേട്ടോ. യെസ്. Yes. വായിച്ചു കഴിഞ്ഞോ? An important example of this phenomenon is the development of red blood cells from their unspecialized parent cells in bone marrow. For red blood cells to accumulate sufficient concentrations of hemoglobin, which transports oxygen to carry out their main function, the cell's parent cells must simultaneously produce more of the constrained proteins of hemoglobin and less of most other proteins. To do this, the parent cells halt synthesis of non-hemoglobin mRNAs in the nucleus and rapidly degrade copies of the non-hemoglobin mRNAs remaining in the cytoplasm. Halting synthesis of mRNA alone would not affect the quantities of proteins synthesized by the mRNAs still existing in the cytoplasm. Biologists now believe that most cells can regulate protein production most efficiently by varying both mRNA synthesis and degradation as developing red cells do rather than by just varying one or the other. ആരെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. യെസ്, ആരെങ്കിലും വായിക്കാനുണ്ടെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. യെസ്. യെസ്. വായിച്ചു കഴിഞ്ഞല്ലോ? യെസ്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഹോംവർക്ക് ക്വസ്റ്റൻ. ഇതാണ്. അപ്പൊ ഇത് ആരെങ്കിലും എല്ലാവരും ഇതൊന്ന് ചെയ്യുക. ഇതിന്റെ ആൻസേഴ്സ് ഞാൻ നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓൾറെഡി നമ്മൾ പാസേജ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു. പിന്നെ അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റൻസും വായിച്ചു. പിന്നെ ആരെങ്കിലും ഇത് വായിക്കാനുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നോക്കുക.
ആൻഡ് ഇതിന്റെ ആൻസേഴ്സ് ഞാൻ നാളത്തെ ക്ലാസ്സിൽ ഇടുന്നതായിരിക്കും. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒന്നുകൂടി നമ്മുടെ പ്ലസ് ആൻഡ് ഐക്കോണിക് സബ്സ്ക്രിപ്ഷന്റെ പ്ലാൻസിനെ പറ്റി ഒന്ന് പറയാം. നമുക്കിതാ 1 മാസം മുതൽ 2 വർഷക്കാലം വരെയുള്ള പ്ലാൻസ് അവൈലബിൾ ആണ്. ഓരോന്നിന്റെ റേറ്റ് കണ്ടല്ലോ. ആൻഡ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏത് പ്ലാനാണോ അത് നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇതാണ് റേറ്റ്. ഈ കാണുന്ന ആക്ച്വൽ റേറ്റ് ആണ്. ഇതിന്റെ കൂടെ നിങ്ങൾ എന്റെ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ദിസ് ഇസ് മൈ കൂപ്പൺ കോഡ് REEBA10, ഇത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 10% ഡിസ്കൗണ്ട്. ഈ കൂപ്പൺ കോഡ് നിങ്ങൾക്ക് ഐക്കോണിക് സബ്സ്ക്രിപ്ഷനും യൂസ് ചെയ്യുന്നതാണ്. ആൻഡ് നമ്മുടെ റിപ്പോർട്ട് ആൻഡ് വിൻ വർക്ക്സ് ബൗണ്ടറി പ്രോഗ്രാമിനെ പറ്റി ഞാൻ പറയാം. നമ്മൾ പലരും വീഡിയോസ് ഇടാറുണ്ട്. എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആരുടെയും വീഡിയോസിൽ നിങ്ങൾക്ക് കണ്ടാൽ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ആൻഡ് നിങ്ങളുടെ ക്ലെയിം കറക്റ്റ് ആണെങ്കിൽ, നിങ്ങളാണ് ആ ഇഷ്യൂ ആദ്യമായിട്ട് പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രൈസ് കിട്ടും. അതിന്റെ ഫോം നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എല്ലാവരും ഒന്ന് എടുക്കുമോ? ഡിസ്ക്രിപ്ഷൻ ബോക്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് ലിങ്ക്സ് കാണാം. ഞാനൊന്ന് പറയാം. ആദ്യം കിടക്കുന്നത് എൻ്റെ അക്കാഡമിയുടെ പ്രൊഫൈലിലേക്ക് പോകുന്ന ലിങ്ക് ആണ്. രണ്ടാമത്തെ നമ്മുടെ യൂട്യൂബ് ചാനൽ, അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ ഒരു പ്ലേലിസ്റ്റ് ആക്കി അതിന്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാങ്ക് ആൻഡ് SSC കോമ്പാക്ട് 2 സബ്സ്ക്രിപ്ഷൻസിന്റെയും, പിന്നെ നമ്മുടെ വർക്ക്സ് ബൗണ്ടറി പ്രോഗ്രാം സബ്മിഷൻ ഫോം, നമ്മുടെ റിപ്പോർട്ട് ആൻഡ് വിൻ ഇതിന്റെ ഫോമും സബ്മിറ്റ് ചെയ്യാനുള്ള, അതായത് നമ്മുടെ എന്തെങ്കിലും ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഫോമും ഉണ്ട്. പിന്നെ നമ്മുടെ എഡ്യൂക്കേറ്റർ ഫീഡ്ബാക്ക് ഫോമും അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. യെസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആൻസേഴ്സ് ഒക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്കത് ഞാൻ ഫൈനലി ഞാനത് പറഞ്ഞു തരാം ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന്. ആൻഡ് നോക്കാം, ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഇതുപോലൊരു ബെല്ലൈക്കൺ കാണും. യെസ്, അപ്പോൾ ഈ ബെല്ലൈക്കണോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഓക്കെ, സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയം